നമസ്കാരം. രാഹുൽ ഗാന്ധി രാജിവെച്ച് ഒഴിയുന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പോവുകയാണെന്ന വിവരം വയനാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ ഈ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് വരുന്ന നാളുകളിൽ. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ സ്വാധീനം കേരളത്തിൽ അടുത്തു വരാൻ പോകുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിലും അതുപോലെ ഇനി കേരളത്തിൽ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിലും UDF അനുകൂലമായി പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകന്മാർ പ്രതീക്ഷിക്കുന്നത്. റായ്ബറേലിയിൽ നിന്നും അതുപോലെ വയനാട്ടിൽ നിന്നും അനായാസം ജയിച്ച രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്തിയത് കോൺഗ്രസ് പാർട്ടി എടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ്. കോൺഗ്രസിന് വീണ്ടും രാഷ്ട്രീയ സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഉത്തർപ്രദേശിലും അതുപോലെ മറ്റു പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ റായ്ബറേലി മണ്ഡലം നിലനിർത്തിയതിലൂടെ രാഹുൽ ഗാന്ധിക്ക് സാധിക്കും. അതേസമയം വയനാട്ടിൽ മത്സരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനും അതുവഴി ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുവാനും സാധിക്കും. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയെയും അതുപോലെ ഇന്ത്യയുടെ അഖണ്ഡതയെയും കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ ഇന്ത്യയിലെ ജനങ്ങൾ BJPക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒറ്റക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കൊടുക്കാതിരുന്നതും അതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെ 100ഓളം സ്ഥാനാർത്ഥികളെ പാർലമെൻ്ററി സീറ്റിൽ നിന്നും വിജയിപ്പിച്ചതും.